കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ശ്രീ രൂപേഷ് കൂടിയുണ്ട്. ശ്രീ രൂപേഷ്, ഇത്രയും നാൾ ഈ പ്രതി നിയമത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾക്കൊക്കെ പുറത്തായിരുന്നു. ഇപ്പോൾ അതിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തെളിയിക്കപ്പെടുക എന്നതേറെ ശ്രമകരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരിയായ നിലയിൽ പോലീസ് ഈ ഘട്ടത്തിൽ പോകുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ ഊർജിതമായിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിലും ഞാൻ പറയുന്നത്, നമുക്കൊരു 2 ദിവസമായി നമ്മുടെ റോസമ്മ എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വന്നു. അതെ, ഈ റോസമ്മയെ ഇതുവരെ അന്വേഷണ സംഘം സമീപിച്ചിട്ടില്ല. വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് റോസമ്മ പറഞ്ഞിരിക്കുന്നത്. ഇത് സെബാസ്റ്റിനെ കൂടുതൽ ഈ അന്വേഷണത്തിന് സഹായമാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ റോസമ്മയുടെ വെളിപ്പെടുത്തലിലുണ്ട്. പക്ഷെ അത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ച തന്നെയാണത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് തന്നെ സഹായമാവുന്ന കാര്യങ്ങളാണ് റോസമ്മ പറഞ്ഞത്. റോസമ്മയെ ചോദ്യം ചെയ്യണം, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. അതിനടുത്തും വേറൊരു റിട്ടയർഡ് അധ്യാപിക പറഞ്ഞു അവരെയും സമീപിച്ചു, വസ്തു ഇടനിലക്കാരനായി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റക്ക് താമസിക്കുന്ന വീട്ടമ്മമാരെ ആണ് ഈ സെബാസ്റ്റ്യൻ സമീപിച്ചിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങൾ ഒക്കെ നിറവേറ്റി അവരെ സ്വാധീനിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത ശേഷം കൊല ചെയ്യുക എന്ന രീതിയാണ് ഈ സെബാസ്റ്റ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ആളുകൾ, ഈ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ കൃത്യമായി സമീപിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഈ ഘട്ടത്തിലും അന്വേഷണ സംഘം മുതിരുന്നില്ല എന്നാണ്. ശ്രീ രൂപേഷ്, ഹലോ. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ റോസമ്മയുടെ പ്രതികരണം ഞങ്ങൾ ന്യൂസ് 18-നും എക്സ്ക്ലൂസീവായി നൽകിയതാണ്. ഈ പറയുന്നത് പോലെയുള്ള ആളുകളിലേക്ക് ഇപ്പോഴും എത്താൻ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനമോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഇതിന്റെ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്ക് തന്നെ ഞങ്ങൾ ശക്തമായ രംഗത്തുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം ഈ ലോക്കൽ പോലീസ് അത് അട്ടിമറിക്കുന്ന രീതിയാണ് ആദ്യം തന്നെ കൈക്കൊണ്ടത്. അതില് അന്വേഷണം വഴിതിരിച്ചു വിടുവാനും ഇതില് പ്രധാന സെബാസ്റ്റ്യന്റെ കൂട്ടാളിയായിട്ടുള്ള ആത്മഹത്യ ചെയ്ത മനോജ്, ആ മനോജിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ടൊന്നും തയ്യാറായില്ല. മനോജ് ചോദ്യം ചെയ്യുന്നതിന്റെ തലേദിവസം തന്നെ ആത്മഹത്യ ചെയ്തു. പല അവസരങ്ങളും ഉണ്ടായിരുന്നു മനോജിൽ നിന്ന് ഇതൊക്കെ ശേഖരിക്കാൻ. കാര്യം മനോജിന്റെ ഓട്ടോയിലാണ് ബിന്ദുവും സെബാസ്റ്റ്യനും സഞ്ചരിച്ചിരുന്നത്. മനോജിന് ഇതിനെപ്പറ്റി എല്ലാം 100% കാര്യങ്ങൾ അറിയാം. പക്ഷെ ആ ഏറ്റവും തെളിവുകൾ ലഭിക്കുമായിരുന്ന മനോജ് ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഈ മനോജിന്റെ സുഹൃത്ത് ദാസനും ഇതെല്ലാം അറിയാമായിരുന്നു. അദ്ദേഹവും ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഈ ബിന്ദുവിൽ അവസാനിക്കേണ്ട കേസാണ് ഇപ്പോ ബിന്ദുവും കഴിഞ്ഞ് ഐഷയും ജൈനമ്മയും. ഇന്നിപ്പോ പുതിയൊരു വിവരം കൂടി വന്നിരിക്കുന്നു, വേറൊരു ബിന്ദു കൂടി. സിന്ധു. അതായത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ പോലീസ് സംവിധാനങ്ങളെ കൂടിയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണോ? അതായത് സെബാസ്റ്റ്യൻ അത്തരത്തിലും ശ്രമങ്ങൾ നടത്തുകയോ അത്തരമൊരു ശീലം കൂടി ഉണ്ടായിരുന്നു എന്നാണോ സംശയിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും. കാര്യം ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്ത് അത് ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും ഒക്കെ ഉള്ള സ്വത്തുക്കളായിരുന്നു. ആ സമാഹരിച്ച പണമൊക്കെ ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അത് പോലീസ് സംവിധാനങ്ങൾക്കും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവി അടക്കം, ചേർത്തലയിലിരുന്ന ഡിവൈഎസ്പി അടക്കം ഈ സെബാസ്റ്റ്യനിൽ നിന്ന് സഹായം കൈപ്പറ്റിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം. പൊതുവെ താങ്കൾ അതായത് സാങ്കേതികമായി തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണോ? കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് വിമർശനം. അല്ലല്ല, ഒരിക്കലുമല്ല. 100% ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് കേസ് അട്ടിമറിച്ചതാണ്. തീർച്ചയായിട്ടും കേസ് അട്ടിമറിച്ചതാണ്. സെബാസ്റ്റ്യന് ഈ ഇടവേളകൾ ഉണ്ടാക്കി കൊടുത്ത പോലീസ് തന്നെയാണ്. എത്രയോ കാലമെടുത്താണ് ഓരോ ക്രൈമും അദ്ദേഹം ചെയ്യുന്നത്. ഈ ഐഷയിൽ ബിന്ദുവിൽ നിന്ന് തുടങ്ങി അടുത്ത ഐഷയിലേക്ക് വരാനുള്ള ഒരു കാലയളവുണ്ട്. അത് നീണ്ടൊരു കാലയളവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഏറ്റവും അവസാനം ജയനമ്മയിലേക്ക് വരുന്നത്. അതായത് ഈ ചർച്ച തുടങ്ങിയത് റിട്ടയർഡ് SP സക്രിയ സാറിൽ നിന്നാണ്. സാർ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, പോലീസിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ്. അതിനെ ആക്ഷൻ കൗൺസിലും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. ഈ 2 ദിവസമായ റോസമ്മയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ റോസമ്മയെ പോലും ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് പോലീസ് ശ്രമിച്ചില്ല. അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ അങ്ങനെയുള്ള ബന്ധങ്ങളോ മറ്റോ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? സെബാസ്റ്റ്യന് ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായിട്ടും ഉന്നത രാഷ്ട്രീയ പ്രമാണിമാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുഖമായിട്ട് ഇത് അട്ടിമറിക്കാം. എല്ലായിടത്തും പണം നൽകി തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. പണം കൈപ്പറ്റി തന്നെയാണ്
ഇക്കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. റൈറ്റ്, വളരെ പെട്ടെന്ന്